ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ഒരു ദിവസം തുടങ്ങുക എന്ന് പറയുന്നത് ഇപ്പോൾ തുടങ്ങുന്നത് ഒരു 6-6:15 ആകുമ്പോഴാണ് കേട്ടോ. കാരണം ഇപ്പോൾ തുടങ്ങുക എന്ന് പറയുന്നത് സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ നേരത്തെ നമ്മൾ നീക്കും. ഇപ്പോൾ പ്രത്യേകിച്ച് സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴാണ് കേട്ടോ നീച്ച് കഴിഞ്ഞതും രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ അടുക്കളയിലേക്ക് വരുന്നു. അതിന് ശേഷം ഒരു ഗ്ലാസ് ആദ്യം വെള്ളം കുടിക്കും കേട്ടോ. ആദ്യം മുന്നേക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ തന്നെ നീച്ച പാടെ തന്നെ ചായ ഞാൻ കുടിച്ചാൽ മാത്രമേ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. അതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് പിന്നെ ചായ ഇട്ട് കുടിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എത്ര ലേറ്റ് ആയാലും ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ഉമ്മർത്ത് വന്നിരുന്നിട്ട് അത് ആസ്വദിച്ചിട്ടൊക്കെ ഒന്ന് കുടിച്ചിട്ട് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങൾക്കായിട്ട് പോകാറുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്കൊരു സൗണ്ട് കേട്ടിട്ട് ആരും പേടിക്കേണ്ട, അത് മയിലാണ് കേട്ടോ. രാവിലെ ആകുമ്പോൾ ഇവിടെ നിറയെ മയിലുകളും കാര്യങ്ങളൊക്കെ വരും. അതിൻ്റെ ഒരു സൗണ്ടാണ് ആ കേൾക്കുന്നത്. പക്ഷേ കുറേ നേരം നമുക്കങ്ങനെ ഇരിക്കാൻ പറ്റില്ല, കാരണം രാവിലത്തെ കാര്യങ്ങളും ഒക്കെ തുടങ്ങേണ്ട സമയമായി. അപ്പോൾ രാവിലെ തന്നെ ഞാനിന്ന് ചിക്കൻ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അത് ഫ്രിഡ്ജിൽ ഇന്നലെ കുറച്ച് ചിക്കൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഫ്രിഡ്ജിലുള്ളത് ഞാൻ പുറത്തെടുത്ത് വെച്ചു. അതിന് ശേഷം അതിൻ്റെ ഒപ്പം ഗീ റൈസാണ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കണേ. അപ്പോൾ അതിനുള്ള അരിയൊക്കെ ഞാൻ കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ എന്താന്ന് രാവിലെ തന്നെ ഇത്രയും നേരത്തെ എന്താണ് ചിക്കൻ്റെ ഒരു പരിപാടി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ? കാരണം എനിക്കിന്ന് പുറത്തേക്കൊന്ന് പോകേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അടുക്കളയിലത്തെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാവില്ല, പെട്ടെന്ന് റെഡി ആയിട്ട് പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ തന്നെ ഈ വക പരിപാടിയായിട്ട് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അരി തന്നെ രാവിലെ ആദ്യം അരി കഴുകി വെക്കുകയാണ് കേട്ടോ. അരി പറഞ്ഞാൽ കുറച്ച് കഴിയും, ഒരു അരമണിക്കൂർ അത് അങ്ങനെ ഇരിക്കണം. അപ്പോൾ നമുക്ക് ഉള്ളിയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇത് അരി ഒക്കെ പാകമായിട്ട് നമുക്ക് ഉണ്ടാക്കാനുള്ളൊരു പാകത്തിനായിട്ടുണ്ടാവും. അപ്പോൾ അരി അവിടെ കഴുകിയിട്ട് അവിടെ ഊറ്റി വെക്കുന്നുണ്ട്. അതേപോലത്തെ ചിക്കനും അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം മുന്നൊക്കെ ആണെങ്കിൽ ആ സമയമൊക്കെ ആകുമ്പോഴേക്കാണ് ഞാൻ ആ ചിക്കൻ എടുക്കുള്ളൂ. പിന്നെ അത് കുറേ അതിൻ്റെ ഐസും കാര്യങ്ങളും തണുപ്പൊക്കെ പോയി വരുമ്പോഴേക്കും നമ്മൾ ഉണ്ടാക്കുമ്പോഴേക്കും ലേറ്റായി പോകും. ഇപ്പോൾ ഞാൻ നീച്ച ഉടനെ തന്നെ ആദ്യം ഉണ്ടാക്കുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ ചിക്കൻ പുറത്തെടുത്ത് വെക്കും. അപ്പോൾ പിന്നെ നമുക്ക് ഉണ്ടാക്കുമ്പോഴേക്കും തണുപ്പൊക്കെ പോയി നല്ല കറക്റ്റായിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് അടുത്ത പരിപാടി അറിയാമല്ലോ, ഉള്ളി ഉണ്ടാക്കലാണ്. ചിക്കൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് ഉള്ളിയാണ്. തോല് പൊളിച്ച് കുറേ ഉള്ളി തന്നെ നുറുക്കി ഉണ്ടാക്കിയിട്ട് വെക്കണം. അപ്പോൾ അത് ആ ഉള്ളിയൊക്കെ ഞാൻ നുറുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ. അതാണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യം. ചിക്കൻ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഏറ്റവും മടുക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി ഉണ്ടാക്കലാണ്. അത് ഇപ്രാവശ്യം കിട്ടിയതെന്ന് പറഞ്ഞാൽ ഏറ്റവും കുഞ്ഞ് ചെറിയ വെളുത്തുള്ളി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ അതൊക്കെ കട്ട് ചെയ്ത് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എന്താ ചിക്കൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നില്ല. കാരണം ഇന്നിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒക്കെ പുറത്ത് പോകണം എന്നുള്ളത്. അതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. കാരണം ഇന്ന് എന്തായാലും ചിക്കൻ കറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ബ്രെഡും ചിക്കൻ കറിയും കൂട്ടിയിട്ടാവും കഴിക്കുന്നുണ്ടാവുക. പിന്നെ അപ്പോൾ എനിക്കൊരാൾക്ക് വേണ്ടിയിട്ട് മാത്രം ഇപ്പോൾ ഞാനിനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പിന്നാലെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ കരുതി രാവിലെ തന്നെ എന്നാൽ ഇതിലേക്കായിട്ട് ഉച്ചത്തെ കാര്യങ്ങൾ തന്നെ നേരത്തെ നോക്കി വെച്ച് പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞല്ലോ എന്ന്. അതുകൊണ്ടൊന്നും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നില്ല. അങ്ങനെ ഉള്ളിയും എല്ലാ സംഭവങ്ങളൊക്കെ കട്ട് ചെയ്ത് എല്ലാം ക്ലിയറാക്കി വെച്ചു. അതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ ചിക്കൻ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അതാ ചട്ടി വെച്ച് അതിൽ എണ്ണയൊക്കെ ഒഴിച്ച് ഞാൻ തേങ്ങ അരച്ചൊരു കറിയൊന്നല്ല കേട്ടോ വയ്ക്കുന്നത്, റോസ്റ്റൊക്കെ ആക്കുന്നത് പോലെ ഉള്ളി സവോളയൊക്കെ വഴറ്റി അങ്ങനെ ഒരു കുറച്ച് ഗ്രേവി ആയിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതാ നല്ല എണ്ണ ചൂടായതിന് ശേഷം, എപ്പോഴും ചിക്കൻ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം ഇടുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളി പെട്ടെന്ന് വഴറ്റി കിട്ടും. ഇതെല്ലാവർക്കും അറിയുന്നതാണ്, അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് വഴറ്റി അതിന് ശേഷം തക്കാളിയും ഉള്ളിയും മസാലപ്പൊടികളും എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി അതിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇത്രയൊക്കെ ഉള്ളൂ ചിക്കൻ്റെ കാര്യം ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. ഞാൻ തക്കാളി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അതും ഒപ്പം കട്ട് ചെയ്ത് വെക്കേ വേണ്ടുള്ളൂ. പക്ഷേ നമ്മളൊരു സ്കൂളുകളിപ്പോൾ സ്പീഡിൽ അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ഒരു ഇതായി, അത് വഴറ്റുന്ന സമയം കൊണ്ട് നമ്മൾ തക്കാളി നുറുക്കി വെക്കുന്ന ഒരു പതിവുണ്ടല്ലോ, നമ്മളെ വീട്ടമ്മമാരുടെ ഒരു പരിപാടിയാണിത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അതും കൂടെ ചെയ്ത് എൻ്റെ ഇടയ്ക്ക് ഉള്ളിയും വഴറ്റുന്നുണ്ട്. ഞാനിതാട്ടോ ക്യാമറയ്ക്ക് ഇടയ്ക്ക് നോക്കുകയാണ്, കാരണം ഒന്നും ഉണ്ടായിട്ടല്ല. കാരണം നേരത്തെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചത് അതൊന്നും അതിൽ ഷൂട്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് ഇടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്, അപ്പോൾ കുറച്ച് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ ചിക്കൻ ആയും കൊണ്ടിരിക്കുകയാണ്.
നമുക്ക് രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ഇതാണ്. ഓരോ ദിവസത്തെയും കാര്യങ്ങളല്ലേ. ആ സിനിമയിൽ മഞ്ജു വാര്യർ പറയും പോലെ ഇന്ന് എന്തുണ്ടാക്കണം, നാളെ എന്തുണ്ടാക്കണം എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. ഇതിപ്പോൾ ഇന്നലെ രാത്രി മേടിച്ച് വെച്ച കാരണം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അതേപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. എന്താണ് നാളെ ഉണ്ടാക്കുക എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ അത് വളരെ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ നമ്മളെ സംബന്ധിച്ചിട്ട് അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇതാട്ടോ ഉള്ളിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. മസാലപ്പൊടികളും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടോ, അപ്പോൾ എടുക്കാറാകുമ്പോഴേക്കും അതിലത്തെ ഐസും കാര്യങ്ങളൊക്കെ പോയിട്ട് നല്ല നമുക്ക് ഇടാൻ പാകത്തിനായിട്ടുണ്ട് കേട്ടോ. ചിക്കനൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് അത് വേവിക്കാം. ഞാൻ പിന്നെ അതിലേക്ക് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ, കാരണം അതിൽ ഐസിൻ്റെ പോയിച്ചാലും ചെറുതായിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചാൽ മതി. പക്ഷേ ശ്രദ്ധിക്കണം, ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാൻ നോക്കണം, അല്ലെങ്കിൽ അടി പിടിച്ചും കൊണ്ടാവും, പിന്നെ അതൊന്നിനും പറ്റാത്തൊരവസ്ഥയാവും. അപ്പോൾ അങ്ങനെ വെള്ളം ഒഴിക്കാതെ ആക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, പക്ഷേ അതുപോലെ തന്നെയാണ് അത് ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ അടി പിടിച്ച് കരിഞ്ഞ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത്രയ്ക്കാണ് ചിക്കൻ കറിയുടെ കാര്യങ്ങൾ. എന്താ വീണ്ടും എന്തൊക്കെയോ കുറച്ചും കൂടെ ഇടാൻ മറന്നു എന്ന് തോന്നുന്നു വീഡിയോ എടുക്കുന്നതിൻ്റെ തിരക്കിൽ. അപ്പോൾ വീണ്ടും ഉപ്പ് കാര്യങ്ങളൊന്നും ഇടാൻ മറന്നു എന്നൊരു സംശയമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് വീണ്ടും ഞാൻ ഇട്ട് കൊടുത്തു. അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്കത് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ആ വേവിച്ചതിന് ശേഷം നമുക്ക് ഇനി ബാക്കി ഗീ റൈസും കൂടി ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതിലേക്കായിട്ട് നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കേണ്ട പരിപാടിയിലേക്കായിട്ട് പോവാം. മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂക്കണം കേട്ടോ, അപ്പോൾ മാത്രമാണ് ചിക്കൻ കറിക്ക് ഒരു ടേസ്റ്റായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ മസാലകളൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതാട്ടോ ഞാൻ അടച്ച് വെച്ചിട്ട് അത് വേവിക്കുകയാണ്. ഞാൻ അധികം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, അധികം നല്ല വെള്ളം തന്നെ ഒഴിച്ചിട്ടില്ല. ഐസ് ഉണ്ടാവുകൊണ്ട് അതൊന്ന് എടുത്തിട്ടപ്പോൾ ചെറുതായിട്ടും കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, ആ വെള്ളം മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, അടച്ച് വെച്ചിട്ട് വേവിക്കാൻ പോവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ തൊട്ടപ്പുറത്തെ സ്റ്റൗവിൽ തന്നെ നമ്മൾ ഗീ റൈസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതാ കുക്കറിലാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. കുക്കർ വെച്ച് ചൂടായി അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. കുറച്ചാട്ടോ ഞാൻ ഒഴിക്കുന്നുള്ളൂ. ആദ്യമൊക്കെ കുറേ ഒഴിച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കുക. ഇപ്പം അത്ര ഹെൽത്തിന് ഒരുപാട് എണ്ണയും കാര്യങ്ങളൊന്നും നന്നല്ല എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ കുറച്ച് ആവശ്യത്തിനുള്ളത് മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്, പട്ടയും ഗ്രാമ്പും എല്ലാം ഇട്ടു. പിന്നെ ചെറിയൊരു കഷ്ണമല്ല ചെറിയൊരെണ്ണ ക്യാരറ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം തനിയെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ കുട്ടികളൊന്നും കഴിക്കില്ല. അപ്പോൾ അത് കാരണം ഇതെങ്ങനെയെങ്കിലും എത്തട്ടെ എന്നുള്ള ധാരണയിൽ കുറച്ച് ക്യാരറ്റും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിട്ടിട്ട് ഒന്നും കൂടെ അതൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് തീയൊന്ന് സിമ്മിലേക്ക് ഇട്ടിട്ട് അതൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അപ്പോൾ എത്രയാണോ നമ്മളെടുത്തത് ആ അരിയുടെ ഇരട്ടി വെള്ളമാണ് ഞാൻ കുക്കറിൽ വയ്ക്കുമ്പോൾ ഞാൻ ഒഴിക്കാറുള്ളത്. അതൊന്ന് വഴച്ചതിന് ശേഷം വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒഴിക്കും. ഒരു ഗ്ലാസ്സാണ് അരി ഇട്ടിട്ടുള്ളത് വെച്ചാൽ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കും കുക്കറിൽ വയ്ക്കുമ്പോൾ. എൻ്റെ കുക്കറിൽ അത് കറക്റ്റ് ആവാറുണ്ട്. ഇനി ഓരോ ഇത് മാറുന്നതിനനുസരിച്ചിട്ട് അത് മാറ്റം ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ അത്രയാണ് ഒഴിക്കാറുള്ളത്. അപ്പോൾ വെള്ളം ഒഴിച്ചു, അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ആ ഉപ്പും കൂടെ വെള്ളത്തിലിട്ട് കൊടുത്തിട്ട് ആ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു. 4 ഗ്ലാസ് എങ്ങാനുമാണ് ഞാൻ അരി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 8 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കേട്ടോ. അതും കൂടെ ഒഴിച്ചതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി ശേഷം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിർബന്ധമൊന്നുമില്ല, ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്കൊരു നാരങ്ങ നീരും കൂടിയും പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ ഇപ്പം ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമ്മൾ അതൊന്ന് വേവിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വിസിൽ മാത്രം അടിച്ചാൽ മതി, അത്രേ വേണ്ടുള്ളൂ. പിന്നെ ആ വിസിൽ വന്നതിന് ശേഷം ഒരുപാട് ടൈം വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞാൽ തന്നെ, ഒരു വിസിൽ വന്നതിന് ശേഷം ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ആവി ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് നല്ല നെയ്ച്ചോറായിട്ട് തന്നെ നമുക്ക് കിട്ടും. എനിക്ക് ചെമ്പിൽ വെക്കുന്നതിനേക്കാളും ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കുക്കറിൽ വെക്കുന്നതാണ് എനിക്ക് വളരെ സിമ്പിളായിട്ട് തോന്നാറുള്ളത്. കറക്റ്റ് റൈസായിട്ട് നല്ല മയമുള്ള നല്ല റൈസായിട്ട് തന്നെ കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറായിരിക്കുകയാണ്. ഒപ്പം തന്നെ ചിക്കൻ കറിയായി. ഏകദേശം ഒപ്പം ചെയ്തു തുടങ്ങിയപ്പോൾ ഏതാണ്ട് രണ്ടും ആയി തുടങ്ങിയതും ഏകദേശം ഒപ്പം തന്നെയാണ്. ചിക്കൻ കറിയായി, നമ്മുടെ ഗീ റൈസുമായി. ഇതാട്ടോ ഞാനും ഇപ്പോൾ ബ്രെഡ് തന്നെ കഴിക്കാമെന്ന് വെച്ചു. ചിക്കൻ കറിയും ബ്രെഡും കൂടി ഞാനും കഴിച്ച് തുടങ്ങുകയാണ്. അത് കഴിച്ചിട്ട് വേണം എനിക്കൊന്ന് പുറത്തേക്ക് പോകാനുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം.